മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. PV അൻവർ MLAക്ക് തോക്ക് ലൈസൻസ് നിരസിക്കാൻ 2 കാരണങ്ങളുണ്ടെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. അപേക്ഷയോടൊപ്പം തോക്കുപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. ലൈസൻസ് നൽകുന്നതിന് പോലീസ് നൽകിയ റിപ്പോർട്ട് എതിരായിരുന്നു. ഈ 2 കാരണങ്ങൾ പരിഗണിച്ചാണ് ലൈസൻസ് നൽകാതിരുന്നതെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. പൊതുവെ തോക്ക് ലൈസൻസുകൾ പുതിയതായിട്ട് കൊടുക്കുന്നത് വളരെ കുറവാണ്. തോക്ക് ലൈസൻസിന്റെ കൂടുതലായിട്ട് കൊടുക്കുന്നത് പോലീസ് പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വളരെ അടിയന്തരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പുതിയ തോക്ക് ലൈസൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ തോക്ക് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരുടെ തന്നെ എല്ലാവർക്കും തന്നെ പുതുക്കി കൊടുക്കുന്നില്ല, അവരുടെ ആവശ്യം പരിഗണിച്ച് മാത്രമാണ്. അപ്പോൾ പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം തോക്ക് ലൈസൻസ് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം, അംഗീകൃതമായിട്ട് പരിശീലനം നേടി. അപ്പോൾ ഈ ഒരു പ്രശ്നം, അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും ഇപ്പം ലൈസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത്. ഇപ്പോൾ PV അൻവറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത്. ചില സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കാതെ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം. പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നും ഇൻസ്റ്റൻസസ് അദ്ദേഹം ഇൻവോൾവ് ചെയ്ത പല ക്രൈം കേസുകളും വിശദീകരമാക്കിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്കാത്തത്. ഒരു കാരണം തോക്ക് ലൈസൻസുള്ള പരിശീലനം നേടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത്. പോലീസിൻ്റെ അനുകൂലമല്ലാത്ത റിപ്പോർട്ടിനെ ഓവർകം ചെയ്യുന്നതിനുള്ളൊരു തെളിവ് അപേക്ഷകൻ ഹാജരാക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിന് വളരെ ത്രെട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും അന്വേഷണ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെടായിരുന്നു. അങ്ങനെയുള്ള തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തിട്ടില്ല. PV അൻവറിന് ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അക്കാര്യം വിശദമാക്കി ഒരു അപേക്ഷ കൂടി നൽകണം. അപേക്ഷയിൽ വസ്തുതയുണ്ടെന്ന് തെളിയുന്ന പക്ഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കും. ഇത് സംബന്ധിച്ച തെളിവുകൾ അപേക്ഷകൻ ഹാജരാക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി. നിലവിൽ തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നത് പൊതുവെ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ്. ലൈസൻസ് പുതുക്കാനെത്തുന്നവർക്ക് പോലും പലപ്പോഴും പുതുക്കി നൽകാറില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാറുള്ളതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946999976.